കർണാടക ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ ഗംഗാവലി പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്ന് നിർണായക സിഗ്നൽ നാവികസേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, വളരെ നിർണായകമായിട്ടുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഗംഗാവലി നദിക്ക് സമീപത്തുള്ള മൺകൂനയിൽ നിന്ന് ചില സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നു. എന്താണ് ഇപ്പോൾ നാവികസേന ഇതുമായി ബന്ധപ്പെട്ട പറയുന്നത്? അതിനിടെ ഈ ലോറി കണ്ടെത്തി എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താണ് നിജസ്ഥിതി, ആനന്ദ്? അനിൽ നമ്പ്യാർ, ഈ ലോറി കണ്ടെത്തി എന്ന് പറയുന്ന പ്രചരണങ്ങൾ തികച്ചും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന്, അല്ലെങ്കിൽ അത് തികച്ചും സംശയങ്ങൾ മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ലോറി കണ്ടെത്തിയെന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിഭാഗവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ രണ്ട് ഭാഗത്ത് ലോഹ സാന്നിധ്യം സോണാർ പരിശോധനയിൽ കണ്ടെത്തി എന്ന് പറയുന്നു. ഒരു നേവിയുടെ, അതായത് നാവികസേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എന്തായാലും അത്തരത്തിലൊരു വാർത്ത പറയുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് സ്ഥലങ്ങളിലെ ഒരു സ്ഥലത്താണ് രാവിലെ മുതൽ തന്നെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ആ പ്രദേശത്തെ മണ്ണുകൾ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബൂം എക്സൈറ്റർ വഴി തന്നെയാണ് അത്തരത്തിലുള്ള മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുഴ ഇപ്പോഴും കുത്തിയൊലിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, ഈ കാലാവസ്ഥ പ്രതികൂലമാവുന്നത് തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തെ വളരെ ദുഷ്കരമാക്കുന്നുണ്ട്. 10-15 മിനിറ്റുകൾക്ക് മുൻപ് വരെ ഈ പ്രദേശത്ത് കനത്ത മഴയായിരുന്നു. അതിശക്തമായിട്ടുള്ള കാറ്റും വീശുന്നുണ്ട്. ഇത് തീർച്ചയായും ഈ രക്ഷാദൗത്യങ്ങൾക്ക് ഒരു തിരിച്ചടിയാവുന്നുണ്ട്. പക്ഷേ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ, അപ്രവചനീയമായിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഈ പ്രദേശത്ത് തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മഴ അല്പം മാറി നിന്നുകൊണ്ട് കാറ്റ് വീശുന്നില്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ്. നേവി സംഘം നേരത്തെ അടക്കം ഇത്തരത്തിൽ ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ടൊരു തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ കാറ്റും മഴയും അതിശക്തമായതോടെ തന്നെ അവർ പിൻവാങ്ങിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഭൂം യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് രാത്രിയിലേക്ക് അടക്കം ഈ ഒരു ദൗത്യം നീട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. MLA അതുമായി ബന്ധപ്പെട്ട് അതായത് മഞ്ചേശ്വരം MLA അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ആനന്ദ്, പുഴയിൽ ട്രക്ക് കണ്ടെത്തി എന്ന് ഇപ്പോൾ കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ട്രക്ക് കണ്ടെത്തിയതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതും ഒരു മന്ത്രിയാണ് അക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക റവന്യൂ മന്ത്രിയുടേതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നു. ട്രക്ക് കണ്ടെത്തി എന്ന് പറയുന്നു. ഈ ട്രക്ക് അർജുൻ്റെ തന്നെയാണോ? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ആനന്ദ്, ഒന്ന് പരിശോധിക്കാമോ? തീർച്ചയായും കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തായാലും അത് പരിശോധനയ്ക്ക് ശേഷം അതിന്റെ കൂടുതൽ വാർത്തകൾ പറയുന്നതായിരിക്കും. എന്തായാലും റവന്യൂ മന്ത്രിയുടെ ഭാഗത്ത് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഏത് ട്രക്കാണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത് കൂടുതൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇപ്പോൾ പ്രദേശത്ത് ഇന്നലെ 2 സിഗ്നൽ കിട്ടിയ പ്രദേശത്ത് വീണ്ടും ബൂം യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. രാത്രിയിലേക്കും ഒരുപക്ഷെ ഈ തിരച്ചിൽ നീളാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നാളത്തോടു കൂടി തന്നെ ഈ തിരച്ചിൽ ഒരു പരിസമാപ്തിയാവുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡ്രോൺ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ, അത്തരത്തിൽ 20 അടി താഴ്ചയിലേക്ക് അടക്കം ആകാശ കാഴ്ചകൾ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളും നാളെ എത്തും എന്ന് തന്നെയാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആനന്ദ്, ഈ കൃഷ്ണ ബൈരേ ഗൗഡ അദ്ദേഹമാണെന്ന് തോന്നുന്നു കർണാടക റവന്യൂ മന്ത്രി. അദ്ദേഹം പറയുന്നത് ഈ എക്സിലാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. 1 truck has been definitively located in the water and that the naval deep divers will attempt anchoring shortly എന്നാണ് പറയുന്നത്. The long arm boomer excavator will be used to dredge the river. Advanced drone based intelligent underground buried object detection system was also deployed for search. The Coast Guard will do a helicopter search for missing bodies in water എന്നാണ് ഇപ്പോൾ കൃഷ്ണ ബൈരേ ഗൗഡയുടെ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്, എക്സിൽ ട്വീറ്റ് വന്നിരിക്കുന്നത്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രക്ക് ഈ ഗംഗാവലി നദിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കർണാടക റവന്യൂ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. താമസിയാതെ തന്നെ ഈ നാവിക സംഘത്തിന് ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുന്നവർക്ക് കൃത്യമായിട്ട് അവിടേക്ക് എത്തിച്ചെല്ലാൻ സാധിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് കർണാടക റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും
പ്രദേശത്ത് തന്നെയായിരിക്കണം ആ ട്രക്കിന്റെ ഒരു സാന്നിധ്യം വന്നിട്ടുള്ളത്. എന്തായാലും ആദ്യമായാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവിടെ സൈന്യം പൂർണ്ണ സജ്ജമാണ്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നേവി സംഘവും എന്തായാലും കുറച്ച് മാറിക്കൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ കാലാവസ്ഥ ഒന്നുകൂടെ അനുകൂലമാവുകയാണെങ്കിൽ തീർച്ചയായും ആ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അത്തരത്തിൽ ഡൈവ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ട്രക്കിന്റെ സാന്നിധ്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. അവരെന്തായാലും അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ, പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് മണ്ണ് മാറ്റുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ട്രക്ക് കണ്ടെത്തിയെന്ന് എക്സിൽ കുറിച്ചിരിക്കുന്നു. തീർച്ചയായും അതുകൊണ്ട് തന്നെയായിരിക്കണം ഇന്ന് രാത്രിയിലേക്ക് അടക്കം ഈ രക്ഷാദൗത്യം നീളുമെന്നുള്ള സൂചനകൾ നേരത്തെ വന്നുകൊണ്ടിരുന്നു. എന്തായാലും ഈ 9ാം നാൾ അത്തരത്തിൽ ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചിരിക്കുന്നു. നല്ല വാർത്ത എന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയമാണ്. പ്രത്യേകിച്ച് അർജുൻ അതിനകത്ത് ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട്. കുടുംബം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രതികരിച്ചപ്പോഴും അത്തരത്തിൽ ഒരു പ്രതീക്ഷ അവരുടെ കൈവിട്ടിരുന്നു. ആദ്യ ഘട്ടങ്ങളിൽ, ആദ്യ ദിവസങ്ങളിൽ നിന്നൊക്കെ കഴിയും തോറും പ്രതീക്ഷകൾ മങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയധികം ദിവസത്തെ മനുഷ്യ വിഭവത്തിന്റെ, മനുഷ്യന്മാരുടെ, ഈ നാടിന്റെ എല്ലാ സൈന്യത്തിന്റെയും, സൈന്യ വിഭാഗങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം തിരച്ചിലിന് ഒരുപക്ഷെ ഇന്നത്തോടു കൂടിയോ അല്ലെങ്കിൽ പരമാവധി നാളത്തോടു കൂടിയോ തന്നെ ഒരു സമാപനം ഉണ്ടാവുമെന്ന് നമുക്ക് ആശ്വസിക്കാം, നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ നേവി ഉദ്യോഗസ്ഥർ ഈ പുഴയുടെ ഈ വശത്തേക്ക്, നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വശത്തേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. ആനന്ദ്, ഈ കരയിൽ നിന്ന് 90% മണ്ണ് മാറ്റി എന്നാദ്യം അറിയിച്ചതും ഈ റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ഭൈരേ ഗൗഡ ആയിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ തെരച്ചിൽ, ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഈ ഗംഗാവലി പുഴയ്ക്ക് സമീപം തീരത്തോട് ചേർന്നാണ് അല്ലേ? തീർച്ചയായും നമ്പർ, അതായത് ഇപ്പോൾ കൃത്യമായും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതായത് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കരഭാഗത്ത് നിന്നല്ല, പുഴയുടെ സമീപത്ത് നിന്നാണ്. അതായത് ഈ റോഡ് പുഴയിലേക്ക് ഇറങ്ങുന്ന പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂറായി നിരന്തരമായി ഇതേ പ്രദേശത്ത് നിന്ന് തന്നെയാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ തന്നെ ആയിരിക്കണം ഈ ലൊക്കേറ്റ് ചെയ്യുന്നത്. നേരത്തെ തന്ന റഡാറുകളുടെ സൂചനയും അത്തരത്തിൽ തന്നെയായിരുന്നു. ഇതേ പ്രദേശത്ത് നിന്ന് തന്നെയാണ് സൂചനകൾ ലഭിച്ചതും സിഗ്നലുകൾ ലഭിച്ചതും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മണ്ണെടുക്കുന്നത്. എന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. ലോറിയുടെ മറ്റു അനുബന്ധമായിട്ടുള്ള സാമഗ്രികളോ അല്ലെങ്കിൽ ലോറിയുടേതെന്ന് വിശ്വസിക്കാവുന്ന മറ്റ് ദൃശ്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ വെളിപ്പെടുത്തൽ നടത്തിയ റവന്യൂ മന്ത്രി സ്ഥലത്തുണ്ടോ ആനന്ദ്? ഇല്ല അനിൽ നമ്പ്യാർ, മന്ത്രി അദ്ദേഹം ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാർവാർ MLA അടക്കമുള്ള ആളുകൾ നേരത്തെ പരിസരത്തുണ്ടായിരുന്നു. മഞ്ചേശ്വരം MLA പരിസരത്തുണ്ടായിരുന്നു. മന്ത്രി ഇതുവരെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും തിരച്ചിൽ വളരെ ഊർജിതമായി തുടരുന്ന ഒരു കാഴ്ച. അല്പസമയം മുമ്പ് വരെ ശാന്തമായി ഒഴുകിയിരുന്ന ഗംഗാവലി നദി പക്ഷേ ഇപ്പോൾ ഭീകരവാഹിനിയായി കൊണ്ട് ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത് എന്തായാലും വളരെ പിറകോട്ടടിക്കുന്ന ഒരു കാഴ്ച കൂടെയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കാലാവസ്ഥ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ മിനിറ്റുകൾ കഴിയുന്നോറും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. അല്പസമയം മുമ്പ് വരെ വളരെ തെളിഞ്ഞ ഒരു പ്രദേശമായിരുന്നു. വളരെ നേർത്ത ഒരു കാറ്റ് വീശിയിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് 10 മിനിറ്റുകൾക്ക് മുമ്പ് ശക്തമായിട്ടുള്ള കുത്തൊഴുക്കോട് കൂടിയും അതിശക്തമായിട്ടുള്ള കാറ്റും വീശിയത്. എന്തായാലും ഈ തെരച്ചിൽ നീണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വശത്ത് ഈ എക്സ്കേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണെടുക്കലാണെങ്കിൽ മറുവശത്ത് നേവി അടക്കമുള്ള സന്നാഹങ്ങൾ ഇതിലേക്ക് ഡൈവ് ചെയ്യാനുള്ള മറ്റ് സംവിധാനങ്ങൾ അപ്പുറത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനിൽ നമ്പ്യാർ. യെസ്, ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്തും സ്ഥലത്തുണ്ട്. ശ്രീജിത്ത്, ഈ സൈന്യം ഉപയോഗിച്ചത് അഡ്വാൻസ്ഡ് സൈഡ് പോർട്ടബിൾ സോണാർ ആണെന്ന് പറയുന്നു. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ ട്രക്ക് കണ്ടെത്തി അത്തരത്തിലുള്ള സിഗ്നൽ ഇപ്പോൾ നാവികസേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആഴക്കടലിൽ ഉൾപ്പെടെ ഈ സൈനിക നടപടികൾക്ക് ഉപയോഗിക്കുന്ന സോണാർ ആണ് എത്തിച്ചത്. ഇന്ത്യൻ നേവിയുടെ കയ്യിലുള്ള ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളിൽ ഒന്ന് ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്.